Good afternoon. Good afternoon. Camera off ആണ് ട്ടോ. കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ട് ക്യാമറ ഓഫ് ആയിരിക്കുള്ളൂ. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, വോയിസ് കേൾക്കാം കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എല്ലാവരും വായിച്ചൊക്കെ നോക്കിയെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ക്യാച്ച് ചെയ്യാനൊക്കെ പറ്റിയോ? ക്യാച്ച് ചെയ്യാൻ സാധിച്ചോ? ഓക്കെ, പഠിക്കാനൊക്കെ പറ്റുന്നുണ്ട്. അടുത്തത് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് മൈക്രോസോഫ്റ്റ് വേർഡ് ആണ് കേട്ടോ. ഓക്കെ, Microsoft Word is widely used for word processing software developed by Microsoft. It permits users to create, edit, format, and save documents for different purposes like writing reports, letters, resumes, and more. Here are some important features and functionalities of Microsoft Word. Okay, അപ്പോൾ മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ച വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ആണ് MS Word എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ MS Word ഡെവലപ്പ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് എന്ത്? മൈക്രോസോഫ്റ്റ്. മൈക്രോസോഫ്റ്റിന്റേതാണ് എന്ത്? മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ. ഇതിലൂടെ നമുക്ക് റിപ്പോർട്ടുകള്, അതുപോലെ തന്നെ കത്തുകള്, റെസ്യൂമുകള് എഴുതാനും അതുപോലെ തന്നെ ഡോക്യുമെന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്? MS Word നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാല് നമ്മൾക്ക് MS Wordലൂടെ പല റിപ്പോർട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലെറ്റേഴ്സ് ഒക്കെ എഴുതാനായിട്ട് സാധിക്കും, റെസ്യൂംസ് എഴുതാം. അപ്പൊ അങ്ങനെ പല വിധത്തിലുള്ള ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ മൈക്രോസോഫ്റ്റ് കൊണ്ട് MS Wordന്റെ ആ ഒരു ഫെസിലിറ്റീസ് നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വേർഡിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേർഡിന്റെ ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാനും ഫോർമാറ്റ് ചെയ്യാനും യൂസേഴ്സിനെ ഇത് അനുവദിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആയോ? MS Word ഒന്നും കൂടി പറയണോ? ഓക്കെ, ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ച വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ആണ് MS Word എന്ന് പറയുന്നത്. റിപ്പോർട്ടുകള്, ലെറ്റേഴ്സ്, റെസ്യൂംസ് എന്നിവ എഴുതാനും ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഫോർമാറ്റ് ചെയ്യാനും ഇത് യൂസേഴ്സിനെ അനുവദിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. ദെൻ ഇതിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് താഴെ കൊടുത്തിട്ടുണ്ട്, അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ്. മൈക്രോസോഫ്റ്റ് വേർഡ് ഓഫേഴ്സ് എ യൂസർ ഫ്രണ്ട്ലി ആൻഡ് ഇൻറ്റ്യൂറ്റീവ് ഇന്റർഫേസ്, making it reachable to both beginners and experienced users. The toolbar and ribbon provide quick entry to different formatting and editing options. ഇതൊരു യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ്. ഒരു യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് എന്ന് പറയുന്നത് ഇപ്പൊ ബിഗിനേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ, ഇവർക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് MS Word ഫോർമാറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ആദ്യമായിട്ട് MS Word ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തി ആയിക്കോട്ടെ, അവർക്ക് എളുപ്പത്തിൽ MS Word ഉപയോഗിച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ ലെറ്റർ എഴുതുന്നതിന് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പെട്ടെന്ന് സാധിച്ചെന്ന് വരും. ഇപ്പൊ ഒരാൾ ഒരു പ്രാവശ്യം നമുക്ക് പറഞ്ഞു തന്നാൽ മതി, MS Wordലെ കാര്യങ്ങൾ നമുക്ക് സ്വയമേ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിന്റെ ടൂൾ ബാർ ഉണ്ട്, ഇതിന് ടൂൾ ബാർ ഉണ്ട്, റിബൺസ് ഉണ്ട്, അങ്ങനെ വ്യത്യസ്ത തരം ഫോർമാറ്റിംഗ് ഓപ്ഷനുകൾ ഉണ്ട്. MS Word ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൂൾ ബാർ എന്ന് പറയുന്ന ഒരു മെനു കാണാനായിട്ട് സാധിക്കും അല്ലെ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ടൂൾ ബാർ മെനു? റിബൺസ് കണ്ടിട്ടുണ്ടോ MS Wordല്? Yes or no?
ടൂൾ ബാർ അല്ലെങ്കിൽ റിബൺസ് നമുക്ക് MS വേർഡിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെ MS വേർഡ് തരുന്ന വ്യത്യസ്ത ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ആണ് കേട്ടോ. റിബൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ MS വേർഡിൽ നോക്കിയാൽ അറിയാം റെഡ് ലൈനിൽ കാണാനായിട്ട് സാധിക്കും റിബണുകൾ. അതുപോലെ തന്നെ റൂളേഴ്സ് ഉണ്ട്, ഡോട്ട് ഡോട്ട് ഇട്ട്, അതായത് സ്ക്രീനിൽ റിബൺസിന്റെ ഇടയിലായിട്ട് ഡോട്ട്സ് കാണാനായിട്ട് സാധിക്കും. അതിനെയാണ് റൂളർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പലതരം ഫോർമാറ്റുകൾ ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ അതിനെയാണ് യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് എന്ന് പറയുന്നത്. ആളുകൾക്കും അതായത് കുട്ടികൾക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ ഉപയോഗിക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു ഫോർമാറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. Then രണ്ടാമത്തെ പോയിന്റ്, document creation and editing. Users can create new documents from scratch or choose from range of templates provided by Word. It offers a vast set of formatting tools for text, paragraphs, and pages, permitting users to customize the appearance of their documents. Okay, അതായത് ഇതിനകത്ത് നമുക്ക് എന്താ പറയാ, കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ യൂസേഴ്സിന് ഡോക്യുമെന്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിനകത്ത് ഉണ്ടാക്കാനായിട്ട് പറ്റും. എന്ത് ഡോക്യുമെന്റ് ആണോ വേണ്ടത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ഡോക്യുമെന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് സ്വയമേ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞാണ് നമുക്ക് സ്വയം ചെയ്യാം. ഒരാള് ഒരു പ്രാവശ്യം പറഞ്ഞു തന്നാൽ മാത്രം മതി, നമുക്ക് സ്വയം ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഓൾറെഡി MS വേർഡില് ടെംപ്ലേറ്റ്സ് കാണാനായിട്ട് സാധിക്കും. ടെംപ്ലേറ്റുകൾ ഉണ്ട്. അതായത് റെസ്യൂംസ് ഒക്കെ ഉണ്ടാക്കാൻ MS വേർഡ് തന്നെ ടെംപ്ലേറ്റ്സ് ഫോർമാറ്റ് തരും. ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ പല ഫോർമാറ്റ് ആണ്, പല സ്ട്രക്ചറുകളാണുള്ളത്. ഓക്കെ, ഡോക്യുമെന്റ്സ് തയ്യാറാക്കാൻ മികച്ച രീതിയിൽ സഹായിക്കുന്ന ഫയൽസിനെയാണ് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾക്കിപ്പോ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് റെസ്യൂം തയ്യാറാക്കണം എന്ന് വിചാരിക്കുക. റെസ്യൂം നമ്മൾ തയ്യാറാക്കുമ്പോൾ എല്ലാവരും ഒരേപോലെയുള്ള റെസ്യൂംസ് ആയിരിക്കില്ല തയ്യാറാക്കുന്നത്, അല്ലെ? അതിന്റെ സ്ട്രക്ചറിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ സ്ട്രക്ചർ മാറുന്നത് എന്തിനനുസരിച്ചിട്ടാണ്? ടെംപ്ലേറ്റ്സിന്റെ വ്യത്യാസം അനുസരിച്ചിട്ടാണ്. നമ്മൾക്ക് ഇഷ്ടമുള്ള ടെംപ്ലേറ്റ്സ് നമുക്ക് തിരഞ്ഞെടുക്കാം. ആ ഒരു ടെംപ്ലേറ്റ്സിന്റെ സ്ട്രക്ചറിൽ നമുക്ക് റെസ്യൂം തയ്യാറാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, രണ്ട് കാര്യങ്ങളും ക്ലിയർ ആയോ? യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആൻഡ് ഡോക്യുമെന്റ്സ് ക്രിയേഷൻ ആൻഡ് എഡിറ്റിംഗ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഡോക്യുമെന്റ്സ് ഒന്നുകൂടി പറയാം. ഡോക്യുമെന്റ്സ് തയ്യാറാക്കാൻ മികച്ച രീതിയിൽ സഹായിക്കുന്ന ഫയൽസ് ആണ് ടെംപ്ലേറ്റ്സ്. ഡോക്യുമെന്റ് ഇതിന്റെ പിക്ചർ ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് കാണിക്കാനായിട്ട് നിർവാഹമില്ല. ക്യാമറ ഓഫ് ആണല്ലോ, അതുകൊണ്ട് കാണിക്കാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ ടെംപ്ലേറ്റ്സുകളുടെ പിക്ചർ ഒക്കെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും കൂടി ക്ലിയർ ആവുന്നതാണ്. ഇപ്പൊ ഡോക്യുമെന്റ്സ് തയ്യാറാക്കാൻ ഇപ്പോ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. മികച്ച രീതിയിൽ സഹായിക്കുന്ന ഫയൽസിനെയാണ് നമ്മള് ടെംപ്ലേറ്റ്സ് എന്ന് പറയാ. Then collaboration and sharing. Microsoft Word supports collaboration features, making multiple users able to work on a document at the same time. Users can track changes, leave comments, and merge edits made by different contributors. Documents can also be simply shared via email, cloud storage services, or by creating links. എന്താണ് ഇതെന്ന് നോക്കാം നമുക്ക്. കൊളാബറേഷൻ ആൻഡ് ഷെയറിംഗ് എന്താണ് വരുന്നതെന്ന് നോക്കാം. അതായത് പല യൂസേഴ്സിന് സെയിം ടൈമില് ഡോക്യുമെന്റ് വേർഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. പല യൂസേഴ്സിനായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? സെയിം ടൈമില് ഡോക്യുമെന്റ്സ് വേർഡിൽ ക്രിയേറ്റ് ചെയ്യാം. മെയിൽ വഴി ഇത് പെട്ടെന്ന് ഷെയർ ചെയ്യാം. ഏതെങ്കിലും ചേഞ്ചസുകൾ വരുത്താം, ഒപ്പീനിയൻ ഇടാം. അപ്പം MS വേർഡ് തരുന്ന മറ്റൊരു ഫെസിലിറ്റി എന്ന് പറഞ്ഞാല് ഒരേ സമയം തന്നെ പല ആളുകൾക്ക് എന്ത് ചെയ്യാം? വേർഡിൽ ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാം. അതിനകത്ത് കമന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇടാം. മെയിൽ വഴി ആ ഡോക്യുമെന്റ് എന്ത് ചെയ്യാം? ഷെയർ ചെയ്യാനും സാധിക്കുന്നതാണ്. ദാറ്റ് ഈസ് കൊളാബറേഷൻ ആൻഡ് ഷെയറിംഗ്. The next one, rich formatting option. Word provides a lot of formatting options for text, which includes font style, size, colors, and effects. Users can apply formatting to paragraphs, adjust line spacing, align text, and add bullet point or numbering.
It also offers modern features such as headers and footers, tables, and styles for consistent document formatting. അതുപോലെ തന്നെ വേർഡിന്റെ പലതരത്തിലുള്ള റിച്ച് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് നമുക്ക് വേർഡ് തരുന്നുണ്ട്. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? നമുക്ക് വേർഡിൽ എന്ത് ചെയ്യാം? ധാരാളം ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും അല്ലെ? നിങ്ങൾ വേർഡ് തുറക്കുമ്പോൾ പലതരത്തിലുള്ള ഓപ്ഷൻസ് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഫോണ്ട് സ്റ്റൈൽ ഉണ്ടാവാം, സൈസ് ഉണ്ടാവാം, കളേഴ്സ്, എഫക്റ്റുകള്. അപ്പൊ നമുക്കൊരു ഡോക്യുമെന്റ് തയ്യാറാക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫോണ്ട് സ്റ്റൈൽ നമുക്ക് സെലക്ട് ചെയ്യാം, സൈസ് നമുക്ക് സെലക്ട് ചെയ്യാം. ഒരു പാരാഗ്രാഫ് ഒക്കെ റെഡി ആക്കുവാണെങ്കിൽ സ്റ്റൈല് നമുക്ക് സെലക്ട് ചെയ്യാം, അതിന്റെ സൈസ് എത്ര വേണമെന്ന് സെലക്ട് ചെയ്യാം, എന്ത് കളറാണ് അതിന് കൊടുക്കേണ്ടതെന്ന് സെലക്ട് ചെയ്യാം, എഫക്ട്സ് യൂസ് ചെയ്യുവാണെങ്കിൽ എഫക്ട്സ് യൂസ് ചെയ്യാം. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഫോർമാറ്റിംഗ് ഓപ്ഷൻ തരുന്നുണ്ട്. അതുകൂടാതെ പാരാഗ്രാഫ് ഒക്കെ നമ്മൾ ഫോം ചെയ്യുമ്പോൾ, നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പാരാഗ്രാഫ്സിന് ലൈൻ അഡ്ജസ്റ്റ് ചെയ്യാം. ലൈൻ സ്പേസിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ടെക്സ്റ്റ് അലൈൻ ചെയ്യാം. അതുപോലെ ബുള്ളറ്റ് പോയിന്റ് ഓർ നമ്പറിംഗ്, ഓരോരോ പോയിന്റുകളായിട്ട് എന്താ പറയാ ഇടുന്നത് അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി ആര് തരുന്നുണ്ട്? വേർഡ് നമുക്ക് പ്രൊവൈഡ് തരുന്ന ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ആണ്. അതുപോലെ തന്നെ വേറൊരു പ്രത്യേക തരത്തിലുള്ളതാണ് ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സ് എന്ന് പറയും. അതായത് ഹെഡ്ലൈൻസ്, അതായത് ഹെഡിങ്ങുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അടിക്കുറിപ്പുകൾ, ഫൂട്ടേഴ്സ്, അതായത് അടിക്കുറിപ്പുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇത്തരത്തില് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേർഡ് നമ്മളെ സഹായിക്കുന്നു. ദാറ്റ് ഈസ് റിച്ച് ഫോർമാറ്റിംഗ് ഓപ്ഷൻ. ഓക്കെ, then fifth one, spell check and grammar correction. Word consists of built-in spelling and grammar checking tools to make users identify and correct errors. It underlines misspelled words and suggests correction, which ensures the accuracy of written content. അതായത് നമുക്ക് ഈ ഒരു വേർഡിൽ നമ്മൾ പാരാഗ്രാഫ് ഒക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പേരുകളൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളോ ഗ്രാമർ മിസ്റ്റേക്കുകളോ ഉണ്ടെങ്കിൽ ഇതിലെ ടൂള് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മിസ്റ്റേക്സിന്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും അല്ലെ? എത്ര പേര് ചെയ്തിട്ടുണ്ട് അങ്ങനെ? എത്ര പേര് ടൈപ്പ് ചെയ്യുമ്പോൾ അതിന്റെ അടിയിലായിട്ട് അണ്ടർലൈൻ വരുന്നുണ്ട്? റെഡ് കളറിൽ അണ്ടർലൈൻ കാണിക്കും. എന്തെങ്കിലും വേർഡുകളിൽ കറക്ഷൻ ഉണ്ടെങ്കിലോ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള പാരഗ്രാഫിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ആ കറക്ഷൻ അവിടെ കാണിക്കുന്നതാണ്. റെഡ് ലൈനിൽ അണ്ടർലൈൻ ചെയ്ത് കാണിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ? എങ്ങനെ കണ്ടിട്ടുണ്ടോ? ആ, ഓക്കെ. അപ്പൊ ഈ സ്പെൽ ചെക്ക്, അതുപോലെ ഗ്രാമർ മിസ്റ്റേക്ക് മുതലായുള്ള കാര്യങ്ങളൊക്കെ ഈ MS വേർഡ് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളെ ചൂണ്ടിക്കാണിച്ച് തരുന്നുണ്ട്. ഇതാണ് തെറ്റെന്ന് കറക്റ്റ് ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കൃത്യത ഉറപ്പാക്കുന്നുണ്ട്, ആക്യുറസി ഇത് നമുക്ക് തരുന്നുണ്ട്. കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും MS വേർഡിൽ നമ്മൾ ടൈപ്പ് ചെയ്താൽ ഉണ്ടാവുക. Okay, then sixth one is inserting and manipulating objects. Users can insert different objects into their documents like images, shapes, charts, and tables. Word permits resizing, positioning, and formatting of these objects, making it easy to improve the visual appeal of documents. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്, അതായത് എന്താ പറയാ, യൂസേഴ്സിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സുകൾ, അതായത് അവരുടെ ഡോക്യുമെന്റിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിപ്പോ ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് ഇമേജസ് ആഡ് ചെയ്യാം, ഷേപ്സുകൾ ആഡ് ചെയ്യാം, ചാർട്ടുകൾ ആഡ് ചെയ്യാം, ടേബിൾസുകൾ ആഡ് ചെയ്യാം. അങ്ങനെ പലതരത്തിലുള്ള സർവീസസ് ഇത് നൽകുന്നുണ്ട്. നമുക്ക് ആ ഒരു എന്താ പറയാ, നമ്മൾ ചെയ്തിരിക്കുന്ന ആ ഒരു ഡോക്യുമെന്റ് അട്രാക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പിക്ചറൊക്കെ ആഡ് ചെയ്യാം അല്ലെ? കുറച്ചുകൂടി അട്രാക്റ്റീവ് ആവും ടേബിളും ചാർട്ടൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഓപ്ഷനും വേർഡ് തരുന്നു. ദെൻ അതുപോലെ തന്നെ ഇത് എന്താ പറയാ, നമുക്ക് മികച്ച വിഷ്വൽസിനായിട്ട് സൈസ്, പൊസിഷൻ, ഫോർമാറ്റിംഗ് എന്നിവ ഇതിലൂടെ ക്രമീകരിക്കാൻ കഴിയും. നല്ല രീതിയിലുള്ള ഒരു വിഷ്വൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിലൂടെ സൈസ് മാറ്റാനും അതുപോലെ അതിന്റെ പൊസിഷൻ മാറ്റാനും ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ്. Okay, that is inserting and manipulating objects. Then last one is templates and themes. Word provides a wide range of templates and themes for various document types, including resumes, letters,
flyers, and more. These templates offer pre-designed layouts and formatting that saves time and effort for users. മുൻകൂട്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള, അതായത് നേരത്തെ ഞാൻ പറഞ്ഞു ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞുള്ള ഡോക്യുമെന്റുകൾ മികച്ച രീതിയിൽ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഫയൽസ് ആണ് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ MS വേർഡിൽ ഓൾറെഡി എന്താണ് ടെംപ്ലേറ്റ്സ് ആൻഡ് തീംസ് ഉണ്ടാകും. ടെംപ്ലേറ്റ്സുകൾ വെച്ചിട്ട് നമ്മൾ റെസ്യൂംസ് ക്രിയേറ്റ് ചെയ്യും. ഫ്ലയേഴ്സ്, അതായത് റെസ്യൂംസ് പോലെ തന്നെയുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഫ്ലയേഴ്സ് എന്ന് പറയുന്നത്. റെസ്യൂംസും ഫ്ലയേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ടെംപ്ലേറ്റുകൾ ഉപയോഗിക്കും. അത് നമുക്ക് MS വേർഡ് തരുന്നുണ്ട്. അതുപോലെ തന്നെ കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ എഫേർട്ട് എടുത്തുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് കൂടുതൽ സമയമോ കൂടുതൽ എഫേർട്ടിന്റെ ഒന്നും ആവശ്യം ഇവിടെ വരുന്നില്ല എന്ന് തന്നെ പറയാം. ഓക്കെ, ഇത്രയും 7 പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആണോ? 7 പോയിന്റ് പറഞ്ഞു MS വേർഡിനെ കുറിച്ച്. ഓക്കെ ആണോ? 6th പോയിന്റോ? അതായത് നമുക്ക് MS വേർഡിൽ എന്ത് ചെയ്യാം, നമ്മളൊരു ഡോക്യുമെന്റ് തയ്യാറാക്കുകയാണ്. അപ്പോ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ട് അത് തോന്നണമെങ്കിൽ നമുക്ക് ഇമേജസ് ആഡ് ചെയ്യാം അല്ലെ, പല പല പിക്ചേഴ്സ് ആഡ് ചെയ്യാം. അതുപോലെ ഷേപ്സ് അതിനകത്ത് ആഡ് ചെയ്യാം. ഷേപ്സ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഡോക്യുമെന്റ് തയ്യാറാക്കാം. ചാർട്ടുകള്, ടേബിളുകള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് പറയാനുള്ള കാര്യം കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാം. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് MS വേർഡ് സഹായിക്കുന്നുണ്ട്. ഇപ്പൊ ക്ലിയർ ആയോ 6ാമത്തെ പോയിന്റ്? നമ്മുടെ PDF-ല് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു റൂളേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡോക്യുമെന്റ് ഹെഡർ, ഡോക്യുമെന്റ് ഏരിയ, വ്യൂ ബട്ടൺ, സൂം സ്ലൈഡർ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. MS വേർഡ് റിബൺ, ടാബ്സ്, MS വേർഡ് തരുന്ന ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ആണ് ഇവയ്ക്ക് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലില് MS വേർഡിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് കേട്ടോ. അതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ളത്. പേഷ്യന്റ് റിപ്പോർട്ട്. മൈക്രോസോഫ്റ്റ് വേർഡ് permits healthcare professionals to and keep electronic patient records. These records consist of patient demographic, medical history, test result, diagnosis, treatment plans, and progress notes. Word's formatting options enable the organization and the customization of patient information for easy reference and retrieval. MS വേർഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണലുകളെ രോഗികളുടെ ഇലക്ട്രോണിക് രേഖകൾ സൂക്ഷിക്കാൻ അനുവദിക്കുന്നു. അപ്പൊ ഡോക്ടേഴ്സിനൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, EHR പഠിച്ചിട്ടില്ലേ? EHR സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് MS വേർഡ് ഉപയോഗിക്കുന്നുണ്ട്. ഡോക്ടേഴ്സിനെ EHR സ്റ്റോർ ചെയ്യുന്നതിന് ഈ ഒരു MS വേർഡ് സഹായിക്കുന്നുണ്ട്. ഈ റെക്കോർഡ്സിൽ, അതായത് ഈ ഒരു EHR-ലെ എന്തൊക്കെ കാര്യങ്ങളാണുള്ളതെന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. പേഷ്യന്റിന്റെ ഡെമോഗ്രഫി, അതുപോലെ മെഡിക്കൽ ഹിസ്റ്ററി, ടെസ്റ്റ് റിസൾട്ടുകള്, അതുപോലെ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് പ്ലാൻസ്, അതുപോലെ പ്രോഗ്രസ് നോട്ടുകള് എന്നിവയും MS വേർഡിലെ ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ആണ്. അപ്പൊ ഇത്തരം, അതായത് ഈ ഒരു കാര്യങ്ങള്, അതായത് ഈ ഒരു EHR-ൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് MS വേർഡിലാണ്. ഇതുപോലെ ഡോക്ടർമാർക്ക് അത് പെട്ടെന്ന് എടുക്കാനായിട്ട് സാധിക്കുന്നു. ഫയലുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും എളുപ്പത്തില് റിട്രീവ് ചെയ്യാനായിട്ട് MS വേർഡ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് മെഡിക്കൽ റിപ്പോർട്ട്സ് ആൻഡ് ലെറ്റേഴ്സ്. Physicians and other healthcare providers can use Word to create medical reports, referral letters, discharge summaries, and other clinical correspondence. അതുപോലെ തന്നെ മെഡിക്കൽ റിപ്പോർട്ടുകള്, റെഫറൽ ലെറ്റേഴ്സ്, ഡിസ്ചാർജ് സമ്മറി, ക്ലിനിക്കൽ കറസ്പോണ്ടൻസ് എന്നിവ ക്രിയേറ്റ് ചെയ്യാൻ ഡോക്ടർമാർക്കും മറ്റ് സ്റ്റാഫുകൾക്കും വേർഡ് ഉപയോഗിക്കാം. അപ്പൊ വേർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? നമുക്ക് ഈ ഒരു മെഡിക്കൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കാനായിട്ട് സാധിക്കും വേർഡ് ഉപയോഗിച്ച്. റെഫറൽ ലെറ്ററുകൾ തയ്യാറാക്കാനായിട്ട് സാധിക്കും. ഡിസ്ചാർജ് സമ്മറീസ് നമ്മൾ തയ്യാറാക്കുന്നത് വേർഡ് ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ ക്ലിനിക്കൽ കറസ്പോണ്ടൻസ് നമ്മൾ റെഡിയാക്കുന്നത്
വേർഡ് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പല കാര്യങ്ങളും വേർഡ് ഉപയോഗിച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. Okay, then third point, standard operating procedures, SOPs എന്ന് പറയും. Word is useful for generating and updating SOPs within hospital. These documents frame step-by-step instructions for various processes like infection control protocols, in medication administration directives and emergency response procedures. അതുപോലെ തന്നെ വേർഡ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? SOPs, അതായത് ഹോസ്പിറ്റലിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേർഡ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾക്കറിയാം, അതായത് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾസ് ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ, അതുപോലെ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഡയറക്റ്റീവ്സ് ഉണ്ട്, അതുപോലെ എമർജൻസി റെസ്പോൺസ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ അച്ചടിക്കുന്നത് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുന്നതൊക്കെ എന്ത് വഴിയാണ്? വേർഡ് വഴിയാണ് ഇത് ടൈപ്പ് ചെയ്ത് റിപ്പോർട്ടുകളായിട്ട് പുറത്തു വരുന്നത്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് വരെ മനസ്സിലായോ? ക്ലിയർ ആണോ? വേർഡിന്റെ ഉപയോഗമാണ് കേട്ടോ ഞാനീ പറയുന്നേ. Okay, then നാലാമത്തെ point, educational material. Word can be used to expand educational materials for patients like brochures, handouts, and informational leaflets. Healthcare professionals can generate visually engaging and informative documents to teach patients about various medical conditions, treatment options, preventive measures and lifestyle changes. അതുപോലെ തന്നെ ഈ ഒരു വേർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ പലതരത്തിലുള്ള എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് എന്നിവിടെ പറയുന്നത് പേഷ്യൻസിനാണ്, അതായത് പേഷ്യൻസിനെ അവെയർ ചെയ്യുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ്, പേഷ്യൻസിന് കുറച്ചും കൂടി അവബോധം കൊടുക്കാൻ, അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റല് പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസിനെയാണ് എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇവിടെ എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ബ്രോഷേഴ്സ്, അതുപോലെ ഹാൻഡ് ഔട്ടുകൾ, ദെൻ ഇൻഫോർമേഷൻ ലീഫ്ലെറ്റുകൾ. ഇതൊക്കെ എന്താണ്? എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് ആണ്, പേഷ്യന്റിനെ അവെയർ ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ്. നമ്മൾ ഡോക്ടർമാരുടെ ചേംബറിൽ ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? ഡോക്ടർമാരുടെ ടേബിളിന് മുമ്പിലായിട്ട് ലീഫ്ലെറ്റ്സുകളും ബ്രോഷറുകളും ഹാൻഡ് ഔട്ടുകളും ഒക്കെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടല്ലേ. അപ്പൊ ഇത്തരത്തില് ഉള്ള കാര്യങ്ങൾ, അതായത് ലീഫ്ലെറ്റുകളായാലും ബ്രോഷേഴ്സ് ആയാലും ഹാൻഡ് ഔട്ടുകളായാലും ഇതൊക്കെ റെഡിയാക്കുന്നത് എന്ത് വഴിയാണ്? ഈ ഒരു MS വേർഡ് വഴിയാണ്. Okay, then healthcare professionals can generate visually engaging and informative documents to teach patients about the various conditions. അതായത് നമ്മൾ ഈ ഒരു ഇൻഫോർമേഷൻ ലീഫ്ലെറ്റ്സിലൂടെയും ഹാൻഡ് ഔട്ട്സിലൂടെയും ബ്രോഷേഴ്സിലൂടെയും ഒക്കെ എന്ത് കാര്യങ്ങളാണ് പറയുന്നത്? അതായത് രോഗിയുടെ മെഡിക്കൽ കണ്ടീഷനെ കുറിച്ച് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. ട്രീറ്റ്മെന്റ് ഓപ്ഷനെ കുറിച്ച്, പ്രിവെന്റീവ് മെഷേഴ്സിനെ കുറിച്ച്, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിനെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും ഇതിനകത്ത്? ആ കാര്യങ്ങള് ഇത്തരം ലീഫ്ലെറ്റുകളിലും ബ്രോഷേഴ്സിലും ഒക്കെ ഈ കാര്യങ്ങളാണ് ഉണ്ടാവുക. അത്തരം കാര്യങ്ങൾ പേഷ്യന്റ് അവെയർ കൊടുക്കുകയാണ് ചെയ്യുക. Okay, then fifth point is research and publication. Word back up the creation of research papers, case studies and scientific articles. ഇവിടെ PDF വേർഡ് ബാക്കപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്കപ്പ് എന്ന് പറഞ്ഞാല് വേർഡ് ഹെൽപ്പ് ചെയ്യുന്നു എന്നാ പറയുന്നത് കേട്ടോ. എന്തൊക്കെ കാര്യങ്ങളിൽ വേർഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? റിസർച്ച് പേപ്പർ റെഡിയാക്കാനായിട്ട്, ഡോക്ടേഴ്സിനൊക്കെ ആണെങ്കിൽ റിസർച്ച് പേപ്പർ ഉണ്ടാവും അല്ലെ, അത് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കേസ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കുന്നതിന്. ദെൻ സയന്റിഫിക് ആർട്ടിക്കിൾസ്, അതായത് പുതിയ പുതിയ ഗവേഷണങ്ങളൊക്കെ നടത്തുന്നവരാണെങ്കിൽ സയന്റിഫിക് ആർട്ടിക്കിൾസ് ഒക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ തയ്യാറാക്കുന്നതിനും വേർഡ് ഉപയോഗിക്കുന്നു. Okay, then last one is administrative documents. Hospitals create a wide range of administrative documents that includes memos, meetings, minutes, policies and budget reports.
അതായത് ഹോസ്പിറ്റലിൽ ധാരാളം അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റുകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതിനകത്ത് മെമ്മോസ് വരും, അതുപോലെ മീറ്റിംഗ് മിനിറ്റ്സ് വരും, അതുപോലെ തന്നെ പോളിസികള്, ബഡ്ജറ്റ് റിപ്പോർട്ടുകള്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ, അതായത് മെമ്മോസ്, മീറ്റിംഗ് മിനിറ്റ്സ്, പോളിസീസ് ആൻഡ് ബഡ്ജറ്റ് റിപ്പോർട്ട്, ഇതൊക്കെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടും ഹോസ്പിറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്? MS വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് MS വേർഡിന്റെ ആപ്ലിക്കബിലിറ്റി. ഹോസ്പിറ്റലുകളിൽ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്നാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും കാര്യം മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിലുള്ള PDF ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് എന്നോട് പറയാ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. MS വേർഡിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ. ഡൗട്ട് ഒന്നുമില്ല, എല്ലാവർക്കും ക്ലിയർ ആയി? ഒന്ന് കമന്റ് ചെയ്യട്ടോ. ഞാൻ അടുത്തത് കണ്ടിന്യൂ ചെയ്തോട്ടെ? അടുത്തത് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ആണ്. എന്താണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് പ്രത്യേകത? എന്ത് തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആണത്? ഒന്ന് കമന്റ് ചെയ്തേ. നിങ്ങൾ അറിയാമോ? നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്തിനു വേണ്ടിയിട്ടാണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഉപയോഗിക്കുന്നത്? പ്രസന്റേഷന് വേണ്ടിയിട്ട് അല്ലേ? സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പ്രസന്റേഷന് വേണ്ടിയിട്ട് ഒക്കെ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്? പവർ പോയിന്റ് ആണ് ഉപയോഗിക്കുന്നത് അല്ലേ? ഇപ്പൊ നോക്കാം നമുക്ക്. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഈസ് എ ബ്രോഡ്ലി യൂസ്ഡ് presentation software developed by Microsoft. It permits users to generate, edit and deliver dynamic and visually engaging presentations. Here are some main features and benefits of MS PowerPoint. Appo it's a presentation software. ഇതൊരു presentation software ആണ്. ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ് ആണ്. മൈക്രോസോഫ്റ്റ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും കാര്യം നമുക്ക് പ്രസന്റ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റിന്റെ, അതായത് ഈ ഒരു പവർ പോയിന്റിന്റെ സഹായം ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുക? പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കുക. വിഷ്വലി നമുക്ക് എൻഗേജിങ് ആയിട്ടുള്ള പ്രസന്റേഷൻ ഉണ്ടാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ആളുകളെ എൻകറേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് ഇതിന്റെ പ്രസന്റേഷൻ വരിക. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്ലൈഡ് ക്രിയേഷൻ ആണ്. PowerPoint extends a user-friendly interface for generating slides. Users can easily add text, images, shapes, charts, and multimedia elements to slides, which enables them to carry information in an effective manner. സ്ലൈഡ് ഉപയോഗിച്ചാണ് നമുക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കുക. നമ്മൾ സ്ലൈഡ് ഉപയോഗിക്കുന്നതിന്, സ്ലൈഡിന്റെ ഒക്കെ പിക്ചർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ കാണിക്കാനായിട്ട് നിർവാഹമില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ സ്ലൈഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മള് പ്രസന്റ് ചെയ്യും. യൂസേഴ്സിന് ഇതുമൂലം ടെക്സ്റ്റുകള്, ഇമേജസുകള്, ഷേപ്സുകള്, ചാർട്ടുകള്, ഡയഗ്രാംസ് ഒക്കെ ഈസി ആയിട്ട് ഈ സ്ലൈഡിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കും. സ്ലൈഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇതിനകത്ത് ഓരോ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുക. ഇത് പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്ലൈഡിലേക്ക് വിവിധ തരത്തിലുള്ള ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാം, ഇമേജസ് ആഡ് ചെയ്യാം, ഷേപ്പുകൾ ആഡ് ചെയ്യാം, ചാർട്ടുകൾ ആഡ് ചെയ്യാം, ഡയഗ്രാംസ് ആഡ് ചെയ്യാം. യൂസേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒന്നാണ് എന്ത്? മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തേതാണ് സ്ലൈഡ് ഫോർമാറ്റിംഗ്.
PowerPoint offers a wide research of formatting option to customize the appearance of slides. Users can apply themes, alter fonts, colors, and backgrounds, and use transition and animation to improve visual appeal and engage the audience. യൂസേഴ്സിന് നമുക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് കൊടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ പറ്റും. ഫോണ്ട് കൊടുക്കാം, അതുപോലെ തന്നെ തീംസ് കൊടുക്കാം, നമുക്ക് ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ടുകൾ ഇതിനകത്ത് ആഡ് ചെയ്യാം, കളർ നമുക്ക് ഇഷ്ടപ്പെട്ടത് കൊടുക്കാം. എത്രത്തോളം ആളുകളെ എൻകറേജ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഈ സ്ലൈഡ്സ് ഇംപ്രൂവ് ചെയ്യാം. അപ്പൊ ഈ സ്ലൈഡ്സിൽ നമുക്ക് വിവിധ കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെട്ട കളറുകളോ ബാക്ക്ഗ്രൗണ്ടുകളോ ഷേപ്സുകളോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇഷ്ടം പോലെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ സാധിക്കും. എത്രത്തോളം ആളുകൾക്ക് ഇത് എൻകറേജ് ചെയ്യുന്നു അല്ലെങ്കിൽ എത്രത്തോളം ആളുകളെ ഇത് അട്രാക്ട് ചെയ്യുന്നു എന്നതാണ് നമ്മൾ നോക്കുന്നത്. അത്രത്തോളം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്ലൈഡ്സ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, 2 പോയിന്റ് മനസ്സിലായോ? സ്ലൈഡ് ക്രിയേഷൻ പറഞ്ഞു, സ്ലൈഡ് ഫോർമാറ്റിംഗ് പറഞ്ഞു. ഓക്കെ ആണോ? അടുത്തത് സ്ലൈഡ് ലേഔട്ടുകൾ ഉണ്ട്. സ്ലൈഡ് ലേഔട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. PowerPoint provides slide layouts designed previously, making it easy to generate consistent and professional looking presentation. Users can select from a variety of layouts for little slides, content slides, comparison slides, and more, saving time and effort in slide design. അപ്പോ ഇതിനകത്ത് പറയുന്നത് ഓൾറെഡി PowerPoint ഔട്ട് ഓഫ് സേഡ് ആയിട്ടുള്ള സ്ലൈഡ്സ് ഉണ്ടാകും. നമ്മൾ ഓൾറെഡി PowerPoint സേവ്ഡ് ആയിട്ടുള്ള കുറെ സ്ലൈഡുകൾ ഉണ്ടാകും. ചിലപ്പോൾ അത് ബ്ലാങ്ക് സൈഡ് ആയിരിക്കും ഉണ്ടാവുക, ബ്ലാങ്ക് ആയിട്ടുള്ള സ്ലൈഡ് ആയിരിക്കും. ചിലപ്പോൾ കമ്പാരിസൺ സ്ലൈഡ് ഉണ്ടാകും. ഓക്കെ, കമ്പാരിസൺ അതായത് രണ്ട് കാര്യങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്ത് തരുന്ന രീതിയിലുള്ള സ്ലൈഡ്സ്. അപ്പൊ 2 ബോക്സ് തന്നിട്ട് 2 കാര്യങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യുന്ന തരത്തിലുള്ള സ്ലൈഡ്സും ഇതിനകത്ത് ഉണ്ടാകും. ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള എന്താ പറയാ സ്ലൈഡ്സ്, അതായത് കമ്പാരിസൺ ചെയ്യാൻ പറ്റുന്ന ബ്ലാങ്ക് ആയിട്ടുള്ള കാര്യങ്ങളെ സ്ലൈഡ്സിനെയാണ് നമ്മൾ സ്ലൈഡ് ലേഔട്ടുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, then multimedia integration. PowerPoint permits the insertion of multimedia elements like images, audio, and video files, etc. This makes users able to incorporate visual and authority aids into their presentation, making them more interactive and engaging. അതായത് മൾട്ടിമീഡിയ എന്ന് പറയുന്നത് മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ ആണ്. അതായത് ഇതിനകത്ത് PowerPoint ഉപയോഗിച്ച് നമുക്ക് ഇമേജസുകള്, ഓഡിയോസ്, വീഡിയോസ്, ഫയൽസ് ഒക്കെ ആഡ് ചെയ്യുന്നതിന് ഇത് അലോ ചെയ്യുന്നു. നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാം, പലതരത്തിലുള്ള ഓഡിയോസ് ഉപയോഗിക്കാം, ഇമേജസുകൾ ഉപയോഗിക്കാം, വീഡിയോ, ഫയല്, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള കാര്യങ്ങളെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് PowerPoint വഴി നമുക്ക് പ്രസന്റ് ചെയ്യാൻ സാധിക്കുക. യൂസേഴ്സിനെ സംബന്ധിച്ച് പ്രസന്റേഷൻ കുറച്ചുകൂടി ഇന്ററാക്റ്റീവും എൻകറേജിങ്ങും ആക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഇപ്പോ വ്യൂവേഴ്സ്, പ്രേക്ഷകർ വന്ന് ഒരു കാര്യത്തിനായിട്ട് ഇരിക്കുമ്പോൾ, ഇപ്പൊ ഒരാൾ ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യാൻ വന്നിരിക്കുകയാണെന്ന് വിചാരിക്കാം. അയാൾ ആ സെമിനാറില് കുറെ കാര്യങ്ങൾ വാരി വലിച്ചൊക്കെ പറയുന്നതിന് പകരം ഇത്തരത്തിൽ ഇമേജസും വീഡിയോസ് ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഒരു പ്രസന്റേഷൻ കാണിക്കുന്നതെങ്കിൽ അത് കാണികൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്ന തരത്തിലായിരിക്കും അല്ലെ. ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്, ഇപ്പൊ ജസ്റ്റ് വോയിസ് മാത്രമാണ് കേൾക്കുന്നത് അല്ലെ, പക്ഷെ നിങ്ങൾക്ക് ആ വോയിസ് അല്ല ക്യാമറ ഓൺ ചെയ്ത് കുറെ വീഡിയോസ് കാണിച്ച് കുറെ ഇമേജസ് ഒക്കെ കാണിച്ചിട്ട് ക്ലാസ് ഒന്ന് കൊണ്ടുപോവാണെങ്കിൽ നിങ്ങൾക്ക് എന്താവും, കുറച്ചുകൂടി എൻകറേജിങ് ആവും. അപ്പൊ അത്തരത്തില് മൈക്രോസോഫ്റ്റ് PowerPoint നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഏതൊരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം പ്രൊഫഷണൽസ് ഒക്കെ ഒരു ഡാറ്റ വിഷ്വലി എൻഗേജിംഗ് ആയി വളരെ ആക്യുറേറ്റ് ആയി പ്രസന്റ് ചെയ്യണമെങ്കിൽ PowerPoint ഹെൽപ്ഫുൾ ആണ്. ഇപ്പൊ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് പോവാണ്, സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാനായിട്ട് പോകുമ്പോൾ അവിടെ നിങ്ങളോട് പറയാണ് ഇന്ന ദിവസം ഒരു പ്രസന്റേഷൻ ചെയ്യണം എന്ന് പറയാണ്, ഒരു സെമിനാർ നിങ്ങൾ കണ്ടക്ട് ചെയ്യണം എന്ന് പറയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, കുറെ കാര്യങ്ങൾ വാരി വലിച്ച് എഴുതുന്നതിന് പകരം അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ വാരി വലിച്ച് പറയുന്നതിന് പകരം പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊന്ന് ചിത്രീകരിക്കുക, വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ
അത് കാണികൾക്ക് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആവും. അപ്പോ ഇത്തരത്തില് എന്താണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണെന്ത് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ overall Microsoft PowerPoint provides a powerful ground for generating visually appealing and impactful presentation. Its user-friendly interface, formatting option, multimedia integration, and collaboration features make it a popular selection for professionals, educators, and individuals who look to communicate information in an effective manner. മൊത്തത്തിൽ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് വിഷ്വലി അട്രാക്റ്റീവും എഫക്റ്റീവുമായ പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിന്റെ യൂസർ ഫേസ് ഇന്റർഫേസ്, ഫോർമാറ്റിംഗ് ഓപ്ഷൻ, മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ, കൊളാബറേഷൻ ഫീച്ചേഴ്സ് എന്നിവ പ്രൊഫഷണലുകൾക്കും ടീച്ചേഴ്സിനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇതൊരു പോപ്പുലർ പ്ലാറ്റ്ഫോം ആണ്. ഓക്കെ, അതായത് യൂസർ ഇന്റർഫേസ് ആണ്. അതായത് കുറച്ചും കൂടി എന്താണ് ആളുകൾക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, ടീച്ചിങ് ഫീൽഡിൽ പ്രവർത്തിക്കുന്നവരായിക്കോട്ടെ, അവർക്കൊക്കെ ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവര് ഈ സോഫ്റ്റ്വെയർ വഴിയാണ്, ഈ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഉപയോഗിച്ചിട്ടാണ് അവരുടെ പ്രസന്റേഷൻ പ്രസന്റ് ചെയ്യുക. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ അല്ലേ? 4 പോയിന്റും കൺക്ലൂഷനും ക്ലിയർ ആയല്ലോ? Then applicability in hospital, medical education and training. PowerPoint is widely used in hospitals for medical education and training program. It makes healthcare professionals able to create visually engaging presentations, to give out lectures, conduct a workshop, and provide teaching materials to staff members, medical students, and patients. അതായത് പവർ പോയിന്റ് ഹോസ്പിറ്റലുകളിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? മെഡിക്കൽ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാമുകളുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ മെഡിക്കൽ സ്റ്റുഡൻസിനൊക്കെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതിനും അതുപോലെ അവരുടെ ട്രെയിനിങ് പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പവർ പോയിന്റ് ആണ് ഉപയോഗിക്കുക ക്ലിനിക്കൽ പ്രസന്റേഷന് വേണ്ടിയിട്ട്. ഓരോരോ മെഡിക്കൽ സ്റ്റുഡൻസ് ഒക്കെ ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത്. ഇപ്പൊ ഒരു സർജറി ചെയ്യാണെന്ന് വിചാരിക്കുക. സർജറി ചെയ്യുന്ന കാര്യം നമ്മൾ വെറുതെ പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല, അത് നമ്മളൊന്ന് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് അത് കുറച്ചും കൂടി എന്താവും, ക്ലിയർ ആവും അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള പ്രസന്റേഷൻസിന് വേണ്ടിയിട്ട് പവർ പോയിന്റ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫിസീഷ്യൻസും ഹെൽത്ത് കെയർ പ്രൊഫഷണൽമാരും അവരുടെ റിസർച്ച് ഫൈൻഡിങ്സ്, അവരിപ്പോ ഒരു രോഗത്തെ കുറിച്ച് കൂടുതലായിട്ട് പഠനങ്ങൾ നടത്തി അതൊന്ന് പ്രസന്റ് ചെയ്യണമെങ്കിൽ അവരുടെ റിസർച്ച് ഫൈൻഡിങ്സ് പ്രസന്റ് ചെയ്യാൻ ഈ ഒരു പവർ പോയിന്റ് ഉപയോഗിക്കുന്നു. ദെൻ അവരുടെ കേസ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യാനായിട്ട് മൈക്രോസോഫ്റ്റ് ഈ ഒരു പവർ പോയിന്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇതിലൂടെ ജോലി എടുക്കുന്ന, അതായത് ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന പല ആളുകൾക്കും ഈ ഒരു പ്രസന്റേഷൻ വഴി ഇതുവരെ കൂടുതൽ അറിവുണ്ടാവുകയും അവരുടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഇതുവഴി എന്താ പറയാ പ്രൊമോട്ട് ചെയ്യുകയും ഇതിലൂടെ ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ക്ലിനിക്കൽ പ്രസന്റേഷൻ രോഗികൾക്ക് അല്ലെങ്കിൽ ഡോക്ടർക്കല്ല മെഡിക്കൽ സ്റ്റുഡൻസിനും അവരുടെ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഒക്കെ ഭാഗമായിട്ട് ഈ ഒരു പവർ പോയിന്റ് ഉപയോഗിക്കുന്നു. Then രണ്ടാമത്തെ പോയിന്റ് മാനേജിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രസന്റേഷൻ. Hospital administrators use it for vast meetings, departmental meetings, and strategic planning sessions. It assists in visualizing data, presenting reports, and communicating organizational goals and policies in an effective manner. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ചില മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നു. നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചിട്ടുണ്ടാവില്ല, ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ നമുക്ക് പഠിക്കാനായിട്ട്. അപ്പൊ അതിനകത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ട്. അവരെന്ത് ചെയ്യാറുണ്ട്, ചില മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അത് എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മീറ്റിംഗ് ആയിരിക്കാം. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ്സ് നടക്കാറുണ്ട്. എല്ലാ മാസവും ഓരോ തവണ വീതം എന്ത് ചെയ്യാറുണ്ട്, ഡിപ്പാർട്ട്മെന്റുകൾ മീറ്റിംഗ്സ് നടത്താറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ സ്ട്രാറ്റജിക് പ്ലാനിങ് സെഷൻ, അവരുടെ തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു സെഷൻ, ചർച്ചകളൊക്കെ നടത്താറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള അവസരങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്,
ഈ ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ, ഈ ഒരു മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഉപയോഗിച്ചുകൊണ്ടാണ് അവരിങ്ങനെയുള്ള മീറ്റിങ്ങുകളും മറ്റുമൊക്കെ നടത്തുന്നത്. അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ ഗോൾസ്, ഓരോ സ്ഥാപനത്തിനും ഓരോരോ എയിംസ് ഉണ്ടാവും, ഒരു ഗോൾ ഉണ്ടാവും എല്ലാവർക്കും. അപ്പൊ ആ ഗോളിനെ കുറിച്ച് വിവരിക്കാനും അതിന്റെ കാര്യങ്ങളൊക്കെ പറയാനും വേണ്ടിയിട്ട് പവർ പോയിന്റ് ഉപയോഗിക്കുന്നു. ഒരു മൂവി ഉണ്ട്, ദിലീപിന്റെ ഒരു മൂവിയാണ് കിങ് ലെയർ എന്ന് പറയുന്ന മൂവിയാണ്. അതിനകത്ത് ടൂത്ത് പേസ്റ്റിന്റെ ഒരു കാര്യം ഒരു അവരുടെ ഓർഗനൈസേഷണൽ എയിം ആയിട്ട് എടുത്തിട്ട് ദിലീപ് അതിനകത്ത് പ്രസന്റ് ചെയ്യുന്നുണ്ട്. പവർ പോയിന്റ് ഉപയോഗിച്ചിട്ടാണ് ആ കാര്യങ്ങൾ അവിടെ പ്രസന്റ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത്? ആ മൂവി കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആ, ഉണ്ടല്ലേ. അപ്പൊ അതിനകത്ത് നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, എല്ലാവരും കണ്ടിട്ടുണ്ട്. ഞാനൊരു കുഞ്ഞു ഉദാഹരണം പറഞ്ഞതാണ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കേട്ടോ. Then അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ മാനേജിങ്, അത് പറഞ്ഞു. Then third one, visual aids for conferences and events. Hospital often take part in conferences, health fairs and community events. PowerPoint permits them to create visually captivating presentation to display their services, initiatives and achievements. These presentations aid the hospital to attract patients, build a partnership and promote their brand image. അതുപോലെ തന്നെ ഹോസ്പിറ്റലുകള് ചില എന്താ പറയാ കോൺഫറൻസുകൾ നടത്താറുണ്ട്, ആരോഗ്യ മേളകൾ, ഹെൽത്ത് ഫെയർസ് നടത്താറുണ്ട്, കമ്മ്യൂണിറ്റി ഇവന്റ്സ് നടത്താറുണ്ട്. ഇതിനകത്തൊക്കെ എന്താണ് ക്ലിനിക്കൽ പ്രസന്റേഷൻ പറഞ്ഞല്ലോ ഞാൻ, ക്ലിനിക്കൽ പ്രസന്റേഷൻ ഒക്കെ പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റൽസ് ഇത്രയും കോൺഫറൻസുകളും ഇവന്റുകളൊക്കെ നടത്തുമ്പോൾ പ്രസന്റേഷൻ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യാം, ഇത്തരം കാര്യങ്ങൾ പറയാം. ഇങ്ങനെയുള്ള സെമിനാറുകൾക്കും അതുപോലെ കോൺഫറൻസിനും ഒക്കെ പ്രസന്റേഷൻ ഉപയോഗിക്കും. അവരവരുടെ സർവീസുകൾ, ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസുകൾ എന്തൊക്കെയാണ്, ഇനീഷ്യേറ്റീവ്സ്, ഹോസ്പിറ്റലിൽ പുതുതായിട്ട് തുടങ്ങുന്ന സംരംഭങ്ങൾ എന്തൊക്കെയാണ്, അച്ചീവ്മെന്റ്സ്, ഹോസ്പിറ്റലിൽ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുക. ഈ ഒരു സോഫ്റ്റ്വെയർ അതായത് ഈ ഒരു പ്രസന്റേഷൻ ചെയ്യുന്നതിലൂടെ പേഷ്യൻസിനെ കൂടുതൽ അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പാർട്ണർഷിപ്പ്, അതായത് ഈ ഒരു പ്രസന്റേഷൻ കണ്ടിട്ട് മറ്റു കമ്പനികളൊക്കെ ഇവരുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തും. അതുപോലെ തന്നെ ഇവരുടെ ബ്രാൻഡ് ഇമേജ് കൂടും. അപ്പൊ ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സും ഇതിനുണ്ട്. ഓക്കെ, നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. In short, Microsoft PowerPoint is a multifaceted tool used in hospitals for medical education, clinical presentation, patient education, administrative motives, quality improvement initiatives, research dissemination, internal communication, and external events externally happening. Its visual appeal, multimedia capabilities and case of use make it an essential software for effectively conveying healthcare information within hospital and beyond. Okay, അപ്പൊ ഇവിടെ എന്താ പറയുന്നേ, അതായത് ഈ ഒരു പവർ പോയിന്റ് എന്ന് പറയുന്നത് ധാരാളം കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മെഡിക്കൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും, ക്ലിനിക്കൽ പ്രസന്റേഷൻ, പേഷ്യന്റ് എഡ്യൂക്കേഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് മോട്ടീവ്സ്. അപ്പൊ ഇത്തരം അവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വായിക്കുന്നില്ല, അവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളിലും മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ആണ് ഉപയോഗിക്കുന്നത്. അതൊക്കെ ഒന്ന് പോയിന്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ നമുക്ക് പ്രധാനമായിട്ട് ഇതിനകത്ത് നോക്കാനുള്ളത്, ഇതിന്റെ ഉപയോഗമാണ്. ഹോസ്പിറ്റലുകളിൽ ഇതിന്റെ യൂസ് ആണ് നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ളത്. അടുത്തത് നമുക്ക് പോവാം മൈക്രോസോഫ്റ്റ് എക്സൽ. എന്തിനു വേണ്ടിയാണ് എക്സൽ ഉപയോഗിക്കുന്നേ? എക്സൽ മൈക്രോസോഫ്റ്റ് എക്സൽ എന്തിനാ ഉപയോഗിക്കുന്നേ? ക്ലിനിക്കൽ പ്രസന്റേഷൻ പറഞ്ഞുതരാം. ക്ലിനിക്കൽ പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഡോക്ടർമാരുടെ അവരുടെ പ്രസന്റേഷൻ നടത്തുന്ന, അവരിപ്പോ എന്തെങ്കിലും രോഗങ്ങളൊക്കെ എന്താ പറയാ, എന്തെങ്കിലും മരുന്നുകൾ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ പുതുതായിട്ട്, അതായത് അവരുടെ രോഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ അറിവൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ അത് പ്രസന്റ് ചെയ്യാൻ, അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റുഡൻസിന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇത്തരത്തിൽ ഇപ്പൊ മെഡിക്കൽ സ്റ്റുഡൻസിന്റെ ഒക്കെ പ്രോഗ്രാംസിൽ സെമിനാറുകളൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിൽ കണ്ടക്ട് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ അവർ വിഷ്വലൈസ് ചെയ്യുന്നതിലൂടെ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുക ചെയ്യാം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്, വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പൊ മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത് കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്.
ഓക്കെ, അതായത് സ്പ്രെഡ്ഷീറ്റ് കാൽക്കുലേഷൻ ആണ് മെയിൻ ആയിട്ട്, ഡാറ്റ കാൽക്കുലേഷൻ. മൈക്രോസോഫ്റ്റ് എക്സൽ ഈസ് എ ഫാം സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. അപ്പൊ മൈക്രോസോഫ്റ്റ് തന്നെ വികസിപ്പിച്ച 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് MS വേർഡ്, പിന്നെ പവർ പോയിന്റ്, ഇപ്പൊ എക്സൽ. ഓക്കെ, അപ്പൊ 3ഉം വികസിപ്പിച്ചത് മൈക്രോസോഫ്റ്റ് ആണ്. ഇതിനകത്ത് നമുക്ക് ഡാറ്റ മാനേജ്മെന്റ് നടത്താനായിട്ട് സാധിക്കും, അനാലിസിസ് നടത്താം, വിഷ്വലൈസേഷൻ നടത്താം. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മൈക്രോസോഫ്റ്റ് എക്സലിന്റെ പ്രധാന ഉപയോഗം. ഇനി താഴെ അതിന്റെ ചില ഫീച്ചറുകൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, സ്പ്രെഡ്ഷീറ്റ് ക്രിയേഷൻ. Excel provides a user-friendly interface for generating and organizing data in a tabular format. അപ്പൊ എന്താണ് ടാബുലാർ ഫോർമാറ്റ്? ടാബുലാർ ഫോർമാറ്റ് എന്ന് പറയുന്നത് റോസും കോളംസും ഒക്കെ വന്നിട്ടുള്ള ഒരു ഫോർമാറ്റിനെയാണ് ടാബുലാർ ഫോർമാറ്റ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ സ്പ്രെഡ്ഷീറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കും? അതിനകത്ത് കുറെ റോസും കുറെ കോളംസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിനെയാണ്, അത്തരത്തിൽ ആ ജോയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ടാബുലാർ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ടാബുലാർ ഫോർമാറ്റിൽ നമുക്ക് വിവരങ്ങൾ തരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണെന്ത്? ഈ ഒരു MS എക്സൽ എന്ന് പറയുന്നത്. യൂസേഴ്സിന് ഇതിലൂടെ വർക്ക്ഷീറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം, ഡാറ്റാസ് ക്രിയേറ്റ് ചെയ്യാം, ലേഔട്ടുകൾ കസ്റ്റമൈസ് ചെയ്യാം, ഫോർമാറ്റ് ചെയ്യാം. അപ്പൊ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ആരാണ് തരുന്നത്? MS എക്സൽ ആണ് തരുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, data analysis. Excel offers a wide scope of functions, formulas, and data analysis tool that make users able to carry out complex calculation, statistical analysis, and mathematical operation on large data sets. It simplifies tasks like sorting, filtering, and summarizing data, making it a necessary tool for data-driven decision making. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്യാനോട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തെ കാര്യം, അതായത് ഇതിനകത്ത് ധാരാളം ഫങ്ഷൻസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനകത്ത് കുറെ ഫോർമുലാസ് ഉണ്ട്, അതുപോലെ തന്നെ ഡാറ്റ അനാലിസിസ് ടൂൾ ഉണ്ട്. ഇത് നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് ഹെൽപ്പ് ചെയ്യുന്നു, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇത് ചില ടാസ്കുകൾ സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്, സോർട്ടിംഗ് പോലുള്ള ടാസ്കുകൾ, ഫിൽട്ടറിംഗ്, സമ്മറൈസിംഗ് ഡാറ്റ, ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി ഇത് സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാല് കാൽക്കുലേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? മൈക്രോസോഫ്റ്റിന്റെ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അത് MS എക്സൽ ആണ്. ഓക്കെ, അത് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇനി തേർഡ് പോയിന്റ് ആണ് ഫോർമുലാസ് ആൻഡ് ഫങ്ഷൻ. Excel extensive library of built-in formulas and function permits users to carry out calculations on data automatically. Automatic ആയിട്ട് കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് ഇതിന് സാധിക്കും. നിങ്ങൾക്കറിയാം, നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലെ? നമ്മൾ സ്പ്രെഡ്ഷീറ്റ് തുറക്കുമ്പോൾ ഇപ്പൊ 20 കുട്ടികളുടെ മാർക്ക് നമ്മളോട് എൻ്റർ ചെയ്യാനൊക്കെ പറയും എക്സാമിനൊക്കെ അല്ലെ. 20 കുട്ടികളുടെ മാർക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് ഹയസ്റ്റ് മാർക്ക് കണ്ടുപിടിക്കാനും ലോവസ്റ്റ് ഏതാണെന്ന്, ആവറേജ് ഏതാണെന്ന് കണ്ടുപിടിക്കാനൊക്കെ സ്പ്രെഡ്ഷീറ്റിലാണ് നമുക്ക് സാധിക്കുക. അതുപോലെ തന്നെ ഓട്ടോസം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ. നമ്മൾ സ്പ്രെഡ്ഷീറ്റില് ഫയലിൽ പോയി കഴിഞ്ഞാൽ ഓട്ടോസം എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഓട്ടോസം ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ടോട്ടൽ കാണാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു വഴിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു എളുപ്പപ്പണിയാണ്, എല്ലാവരുടെയും സം എഴുതിയതിനു ശേഷം ടോട്ടൽ കാണാനായിട്ട് നമ്മൾ മൗസ് എന്ത് ചെയ്യും? ഒന്ന് ഡ്രാഗ് ചെയ്യും. ഡ്രാഗ് ചെയ്ത് വലിച്ച് ഒരു സെല്ലിൽ കൊണ്ടുവയ്ക്കും. അപ്പൊ നമുക്ക് അവിടെ ടോട്ടൽ കാണാൻ പറ്റും. ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഡ്രാഗ് ചെയ്തിട്ടുണ്ടോ ടോട്ടൽ കാണാനായിട്ട്? ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എക്സൽ ആണ്. അതുകൂടാതെ നമ്മൾ ഒരു സെല്ലിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ സെൽ നമ്പർ ഏതിലേക്കാണ് നമ്മൾ ടോട്ടൽ കാണേണ്ടത്, ആ സെൽ നമ്പർ അടിച്ചു കൊടുത്താൽ മതി. ഇപ്പൊ പലതരത്തില് D1, D2, D3 എന്നൊക്കെ പറഞ്ഞ സെൽ നമ്പർ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ സെല്ലുകളിൽ നമ്മൾ ഏത്, ഇപ്പോ A1, A2ന്റെ ടോട്ടൽ ആണ്, സം ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ആ ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മൾ A1 + A2 എന്ന് അടിച്ചു കൊടുത്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സം കിട്ടും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഓട്ടോമാറ്റിക് ആയിട്ടുള്ള, അതായത് ഓട്ടോമാറ്റിക് സം അപ്പ്, അതായത് ഓട്ടോമാറ്റിക്കലി ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്സൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്തത്
data visualization ആണ്. Excel provides strong charting tools that permits users to put forward data visually through different types of charts, graphs, and pivot tables. This makes it easier to explain and communicate complex data patterns, trends, and റിലേഷൻഷിപ്പ്. അതായത് നമുക്ക് ഈ എക്സലില് പല ചാർട്ടുകൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും, പല ഗ്രാഫുകൾ കൊണ്ടുവരാം. പിന്നെ പൈവറ്റ് ടേബിൾ എന്ന് പറയുന്നുണ്ട്. അതായത് 2-3 തരം ടേബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് പൈവറ്റ് ടേബിൾ എന്ന് പറയാം. കേട്ടോ, 2-3 തരം ടേബിൾസ് ഒറ്റ ഇതിലായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അതിനെ സമ്മറൈസ് ചെയ്യാൻ, അനലൈസ് ചെയ്യാനുമാണ് പൈവറ്റ് ടേബിള് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് എന്തിൽ ആഡ് ചെയ്യാൻ സാധിക്കും? എക്സലിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഒക്കെ നമുക്ക് ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഡാറ്റ മാനേജ്മെന്റ് ആണ്. Excel lets users efficiently manage and manipulate large volume of data. It offers features such as sorting, filtering, data validation, data consolidation, and data import, export, making users able to organize and utilize data effectively. അതുപോലെ തന്നെ large amount of data ഇതിനകത്ത് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം. നമുക്ക് എന്താ പറയാ, large volume of data നമുക്ക് കാൽക്കുലേഷൻ നടത്താനൊക്കെ എക്സൽ കൊണ്ട് സാധിക്കും. പിന്നെ സോർട്ടിങ്, ഫിൽട്ടറിങ്, ഡാറ്റ വാലിഡേഷൻ, ഡാറ്റ കൺസോളിഡേഷൻ ഒക്കെ ഇതിനകത്ത് നടത്താനായിട്ട് പറ്റുന്നതാണ്. Then 6th one is financial analysis. എന്താണ് financial analysis എന്ന് നോക്കാം. Excel is extensively used in financial analysis and modeling. It offers specialized functions for financial calculation like NPV, net present value, IRR, internal rate of return, and financial forecasting. It is widely used in budgeting, financial planning, and investment analysis. അതായത് എക്സൽ ഫിനാൻഷ്യൽ അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ചില ഫിനാൻഷ്യൽ കാൽക്കുലേഷൻസ് നടക്കുന്നുണ്ട്. എക്സലിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ കാൽക്കുലേഷൻ ആണ് NPV അഥവാ നെറ്റ് പ്രസന്റ് വാല്യൂ, IRR, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. നമ്മള് എക്സലിൽ നമ്മൾ നടത്തുന്ന ഫിനാൻഷ്യൽ കാൽക്കുലേഷൻ ആണ്. ചില സ്പെസിഫിക് ടൈമില് സ്പെസിഫിക് പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഫിനാൻഷ്യൽ കാൽക്കുലേഷനെയാണ് NPV എന്നും IRR എന്നും പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഫിനാൻഷ്യൽ കാൽക്കുലേഷൻ നടത്താനായിട്ട് ഈ ഫീച്ചറുകൾ എക്സൽ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ബഡ്ജറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നു, ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട്, ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസിന് വേണ്ടിയിട്ടൊക്കെ ഈ കാൽക്കുലേഷൻ, അതായത് IRR, NPV പോലുള്ള കാൽക്കുലേഷൻസ് ഉപയോഗിക്കുന്നു. വേണമെങ്കിൽ ചോദിക്കാം NPVയും IRR ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന്. അപ്പോ ബഡ്ജറ്റിങ്ങിൽ ഉപയോഗിക്കാം, ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ ഉപയോഗിക്കാം, ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇൻ ഷോർട്ട് ഇതിനെ ചുരുക്കി പറയുന്നതാണ്, Microsoft Excel is a multi-faceted and widely used spreadsheet software that facilitates data management, analysis, and visualization. Its wide features, formulas, and function make it an invaluable tool for business, finance professionals, analysts, researchers, and individuals who work with data. ഈ സ്പ്രെഡ്ഷീറ്റിന്റെ ഓവറോൾ കാര്യങ്ങൾ, അതായത് സ്പ്രെഡ്ഷീറ്റ് ഉപയോഗിക്കുന്നത് മൂലം നല്ല രീതിയിലുള്ള ഡാറ്റ മാനേജ്മെന്റ് ഒക്കെ നടക്കുന്നുണ്ട്. ഇത് കുറെ അധികം ഫീച്ചറുകൾ ഇതിനുണ്ട്. മാത്രമല്ല ഇത് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും ഫിനാൻസ് പ്രൊഫഷണൽസിനും അതുപോലെ അനലിസ്റ്റിനും അതുപോലെ റിസർച്ചേഴ്സിനും ഒക്കെ വളരെയധികം ഇത് സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആണോ MS Excel? ഓക്കെ ആണോ? മനസ്സിലാക്കാൻ പറ്റിയോ? നെക്സ്റ്റ് ക്ലാസ്സിൽ പിക്ചർ കാണിച്ചു തരാം കേട്ടോ ഞാൻ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആകും. നമുക്ക് ഇതിന്റെ ആപ്ലിക്കബിലിറ്റി കൂടി ഒന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ആപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റൽ. അതായത് ഡാറ്റ മാനേജ്മെന്റ് ആൻഡ് അനാലിസിസ്. MS Excel offers strong tools for controlling and analyzing vast amounts of data. Hospital records, patient information, financial data, and inventory management can all be efficiently planned and stored in Excel spreadsheet.
The software functionalities like sorting, filtering, and data validation makes us able to effectively find and analyze data, providing valuable insights for decision making and resource allocation. അതായത് ഈ MS-Excel ധാരാളം കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽ റെക്കോർഡുകള്, പേഷ്യന്റ് ഇൻഫോർമേഷൻ, ഫിനാൻഷ്യൽ ഡാറ്റ, ഇൻവെന്ററി മാനേജ്മെന്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഫിഷ്യന്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് എക്സൽ സ്പ്രെഡ്ഷീറ്റിലാണ് സൂക്ഷിക്കുന്നത്. ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഫംഗ്ഷനാലിറ്റി എന്ന് പറയുന്നത് ഇതിലൂടെ സോർട്ടിംഗ് നടത്താം, ഫിൽട്ടറിംഗ് നടത്താം, ഡാറ്റ വാലിഡേഷൻ ഒക്കെ നടത്താം. അതുകൂടാതെ ഡാറ്റ അനലൈസ് ചെയ്യാനായിട്ടും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ഓക്കെ. Then രണ്ടാമത്തെ പോയിന്റ്, patient scheduling and appointments. Excel can be put in use to create appointment schedules, track patient appointments and organize doctor schedules. അതായത് എക്സൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ രോഗികളുടെ അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാൻ, അതായത് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ പേഷ്യന്റ് അപ്പോയിന്റ്മെന്റ്സ് ട്രാക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഡോക്ടർമാരുടെ ഷെഡ്യൂൾസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി ഈ ഒരു സ്പ്രെഡ്ഷീറ്റ് അല്ലെങ്കിൽ MS-Excel ചെയ്യുന്നുണ്ട്. Then third point, budgeting and financial analysis. Excel calculation feature and the formulas make it a typical tool for budgeting and financial analysis in a hospital setting. By forming spreadsheets for budget planning, expense tracking, revenue projection, and cost analysis, we can better handle finances, identify areas of improvement, and make informed financial decision. അതായത് എക്സലിന്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. അതായത് ചില കാൽക്കുലേഷൻ ഫീച്ചേഴ്സ് എക്സൽ തരുന്നുണ്ട്. അതായത് ബഡ്ജറ്റ് അനാലിസിസ് നടത്തുന്നു, അതുപോലെ തന്നെ ബഡ്ജറ്റ് പ്ലാനിങ് നടത്തുന്നു, എക്സ്പെൻസ് ട്രാക്കിംഗ് നടത്തുന്നു, റവന്യൂ പ്രൊജക്ഷൻസ്, കോസ്റ്റ് അനാലിസിസ്, ഇത്തരത്തിലുള്ള നമ്മളുടെ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ആരാണ് ചെയ്യുന്നത്? എക്സൽ ആണ് ചെയ്യുന്നത്. The last one, inventory management. Excel can be used to find and manage inventory, which includes medical supplies, equipment, and pharmaceuticals. By keeping correct records of stock levels, expiry dates, and reordering thresholds, we can avoid scarcity or overstocking, optimize inventory turnover, and reduce cost. അതുപോലെ തന്നെ എക്സലിന് ചില കാര്യങ്ങൾ ഫൈൻഡ് ചെയ്യാനും മാനേജ് ചെയ്യാനൊക്കെ സാധിക്കും. എന്തൊക്കെയാണ്? മെഡിക്കൽ സപ്ലൈസ് എത്രത്തോളം ഉണ്ട്, എക്യുപ്മെന്റുകൾ എത്രത്തോളം